ഒരു കിച്ചണിലാണ് നമ്മൾ താമസിച്ചത്. 300 രൂപ വാടകയ്ക്ക്. ഒരു മഴ വന്ന സമയത്താണ് നമ്മൾ കുട പിടിച്ചിട്ടാണ് നിന്നത്. കുറേ കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. നിത്യ വരുമാനമായ മാർഗം ഒരു കിട്ടുന്ന പൈസ തേച്ചും വാടകയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് വരുമാനം വേറെ ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വരുമാനം നമ്മളെ കാര്യത്തിന് കുറച്ച് ഉപകരിച്ചുകൂടെ? അത് ഇതല്ലേ. എൻ്റെ പേര് കെ ദാമോദരൻ, ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ എന്ന ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 114 പേർക്ക് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെയാണ് വീടും ഭൂമിയും ഇല്ലാത്ത 9 കുടുംബമാണ് ഞങ്ങളുടെ അപേക്ഷയുണ്ടായിരുന്നത്. ആ 9 പേർക്കും 3 സെൻറ്റ് വീതം അവർക്ക് നൽകിക്കൊണ്ട് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള 4 ലക്ഷം രൂപയും NREGSൻ്റെ തൊഴിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതും കൂടി ചേർത്ത് 5 ലക്ഷം രൂപയോളം ആ മേഖലയിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ലതിക. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. ഭർത്താവ് ഡ്രൈവർ, 3 പെൺകുട്ടികളാണ്. ഒപ്പം 3 പിന്നെ കല്യാണം അടുത്ത് അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾക്ക് കടം കൊണ്ട് ബാങ്കിലെ കുറച്ച് ബാധ്യത കൊണ്ട് അങ്ങനെ വീട് വിൽക്കേണ്ട അവസ്ഥ വന്നു എനിക്ക്. പിന്നെ എൻ്റെ പേരിൽ സ്വന്തമായിട്ടൊരു ഭൂമിയോ സ്ഥലമോ ഒന്നുമില്ല. എൻ്റെ പേര് ബേബി സുധ. ഞാൻ 32 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. കുറേ കഷ്ടപ്പാടുകൾ വിഷമങ്ങളൊക്കെ അനുഭവിച്ചു. ഒരു കിച്ചണിലാണ് നമ്മൾ താമസിച്ചത്. 300 രൂപ വാടകയ്ക്ക്. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചി അമ്മയാണ് നമ്മളെ കുടുംബം. ഒരു മഴ വന്ന സമയത്താണ് നമ്മൾ കുട പിടിച്ചിട്ടാണ് നിന്നത്. അങ്ങനെയെല്ലാം സഹിച്ചിട്ടുണ്ട്, കുറേ കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. വാടക വീട്ടിലെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുടുംബത്തിലെല്ലാം ഒറ്റയ്ക്ക് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ മോളെ കാര്യം നോക്കണം, പിന്നെ ഇങ്ങനെയുള്ള കുട്ടീനെ എൻ്റെ അമ്മേനെ നോക്കണം. എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൻ്റെ നടുക്കാന്ന് ഈ വാടകയും 7000 രൂപ വാടക കൊടുത്തിട്ടാണ് എല്ലാ മാസം. അയാൾ കൃത്യമായിട്ട് കൂടുതൽ അയാൾ വിളിച്ച് ചോദിക്കും, ഇതാ വാടക തന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം തന്നെയല്ലേ ഈ വീട്. അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം എനിക്ക്. വീട് എന്നത് ഒരു മനുഷ്യൻ്റെ ഒരു സ്വപ്നം, ഒരു തലചായ്ക്കാനൊരിടം. എനിക്ക് ഒരു വീട് എവിടെയെങ്കിലും ഒരു ചെറിയ വീട് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, വാടകയ്ക്കല്ലേ നമ്മൾ 32 വർഷമായി താമസിക്കണം. ഒരു ചെറിയ വീട് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് മതിയേനും വിചാരിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഇത് കിട്ടിയതിൽ എനിക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്. കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നിൽക്കണം എന്നുള്ള ഒരിതാണ്. ഇടയ്ക്കിടെ വന്ന് നോക്കും വീട് കാണാൻ വേണ്ടി. നമുക്ക് സ്വന്തമായിട്ടൊന്നും കിട്ടിയതല്ലേ, ഭയങ്കര സന്തോഷവും.